ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു മടങ്ങിവരവ്. ശാസ്ത്രലോകം ഉറ്റുനോക്കിയ ദൗത്യത്തിന്റെ അവസാന ഘട്ടം. മാർച്ച് 19 പുലർച്ചെ ആ പേടകം ഭൂമിയിൽ പതിക്കുന്നതുവരെ ലോകം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. 9 മാസം നീണ്ട ബഹിരാകാശ ദൗത്യത്തിന് ശേഷം മടങ്ങിയെത്തുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും സ്വീകരിക്കാൻ. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെ പുതിയ നേട്ടം ഇന്ത്യക്ക് കൂടി അഭിമാന നിമിഷമാണ്. മണ്ണിലും വിണ്ണിലും ഒരുപോലെ താരങ്ങളായി മാറിയ രണ്ടു പേർ. അഭിമാനത്തോടെയും അതിലേറെ അത്ഭുതത്തോടെയുമായിരിക്കും ലോകം ഇനി അവരെ നോക്കിക്കാണുക. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്ത് പോയി 287 ദിവസം അവിടെ കഴിച്ചുകൂട്ടിയവർ. ലോക ചരിത്രത്തിൽ തന്നെ വലിയ റെക്കോർഡാണ് ഇരുവരും കുറിച്ചിരിക്കുന്നത്. ജൂൺ 14 US മരുഭൂമിയിൽ തിരിച്ചിറങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റാർ ലൈനർ പേടകത്തിൽ ഹീലിയം ഗ്യാസ് സിസ്റ്റത്തിന്റെ ചോർച്ചയും ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ ഇതേ പേടകത്തിൽ തന്നെ ഇരുവരെയും തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യം നാസ ഉപേക്ഷിച്ചു. ഒടുവിൽ 2024 സെപ്റ്റംബർ 6 ആളില്ലാത്ത പേടകം മാത്രം തിരിച്ച് ഭൂമിയിലെത്തിച്ചു. പല കാരണങ്ങളാൽ വീണ്ടും യാത്ര നീണ്ടുപോകുന്നത് ആശങ്കയുണ്ടാക്കിയെങ്കിലും സുനിതയും ബുച്ചും ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതരാണെന്ന് നാസ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ അന്താരാഷ്ട്ര പേടകമാണ് ബഹിരാകാശ നിലയം. ഭൂമിയിൽ നിന്നും 400ഓളം കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 109 മീറ്റർ നീളമുള്ള ബഹിരാകാശ നിലയത്തിൽ സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകളും ബാത്റൂമുകളും ജിം അടക്കമുള്ള സൗകര്യങ്ങളുമുണ്ട്. ആവശ്യമുള്ള ഭക്ഷണവും മറ്റു വസ്തുക്കളും എല്ലാം ഭൂമിയിൽ നിന്ന് എത്തിച്ചു നൽകും. മൂത്രത്തിൽ നിന്നും ശ്വസനത്തിൽ നിന്നും വിയർപ്പിൽ നിന്നുമുള്ള ഈർപ്പം പുനരുപയോഗ സംവിധാനം ഉപയോഗിച്ച് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റും. സ്വന്തമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളും ബഹിരാകാശ നിലയത്തിലുണ്ട്. ഇത്രയെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സുനിതയുടെയും ബുച്ചിന്റെയും തിരിച്ചുവരവ് നീളുന്നത് ഒരുപാട് ആശങ്കകൾ ഉയർത്തിയിരുന്നു. അന്ന് പുറത്തു വന്ന സുനിതയുടെ ക്ഷീണിച്ച ചില ചിത്രങ്ങൾ അഭ്യൂഹങ്ങൾ ഉയർത്തി. പക്ഷേ തങ്ങൾ സുരക്ഷിതരാണെന്ന് സുനിതയും വിൽമോറും തന്നെ അറിയിക്കുകയും ഭൂമിയിലുള്ള പ്രിയപ്പെട്ടവർക്ക് ദീപാവലി ക്രിസ്മസ് ആശംസകൾ നേരുകയും ചെയ്തു. ബഹിരാകാശത്ത് പിന്നിട്ട 9 മാസങ്ങളിൽ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുകയായിരുന്നു സുനിതയും ബുച്ചും. ദൈനംദിന ജോലികൾക്ക് പുറമെ നിരവധി പരീക്ഷണങ്ങളും ടാസ്കുകളും ഇരുവരും ഈ കാലയളവിൽ ചെയ്തു. 900 മണിക്കൂറോളം നീണ്ടുനിന്ന പരീക്ഷണങ്ങളാണ് ചെയ്തു തീർത്തത്. 62 മണിക്കൂർ സ്പേസ് വാക്ക് നടത്തി ഇരുവരും റെക്കോർഡും സൃഷ്ടിച്ചു. ബഹിരാകാശ നിലയത്തിൽ പ്രത്യേകം സെറ്റ് ചെയ്ത ജിമ്മിൽ ദിവസവും വ്യായാമം ചെയ്തും അവർ ആരോഗ്യം സംരക്ഷിച്ചു. ഒരു ഒഴിവുകാലം ചെലവഴിക്കുന്നത് പോലെയായിരുന്നു ഇരുവരും 9 മാസം പിന്നിട്ടത്. ധൈര്യവും മനസാന്നിധ്യവും കൊണ്ട് മാത്രമാണ് ഇത്രയധികം ദിവസം ബഹിരാകാശത്ത് തുടരാൻ ഇവർക്ക് സാധിച്ചതെന്ന് പറയാതെ വയ്യ. സുനിതയെയും ബുച്ചിനെയും തിരിച്ചെത്തിക്കുന്ന യാത്രയും അത്ര എളുപ്പമായിരുന്നില്ല. അതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മുതൽ ഇരുവരും അതിന്റെ ഭാഗമായിരുന്നു. അതിനുള്ള പ്രത്യേക പരിശീലനവും ഇവർക്ക് ലഭിച്ചതാണ്. പുതിയൊരു പേടകത്തിന്റെ രൂപകൽപ്പനയും പ്രവർത്തന രീതികളും പഠിച്ചെടുക്കേണ്ടതും മറ്റു പല വെല്ലുവിളികളുമെല്ലാം മടങ്ങിവരവ് വൈകാൻ കാരണമായി. ഒടുവിൽ 9 മാസത്തെ നീണ്ട കാത്തിരിപ്പിനും പരീക്ഷണങ്ങൾക്കും ശേഷം മാർച്ച് 19 പുലർച്ചെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡയുടെ തീരത്ത് ലാൻഡ് ചെയ്തു. പുഞ്ചിരിയോടെ ചുറ്റുമുള്ളവരെ കൈവീശി കാണിച്ചുകൊണ്ട് സുനിത പുറത്തിറങ്ങി വരുന്ന വീഡിയോ വൈറലായിരുന്നു. ഭൂമിയിൽ തിരിച്ചെത്തിയ സുനിതയ്ക്കും വിൽമോറിനും കാര്യങ്ങൾ പഴയതുപോലെ എളുപ്പമാവില്ല. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. സാധാരണ യാത്ര കഴിഞ്ഞെത്തുന്നവരെ പോലെയല്ല ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തുന്നവരുടെ ആരോഗ്യനില. ആരോഗ്യവും ശരീരവും പഴയ രീതിയിലെത്താൻ മാസങ്ങൾ എടുത്തേക്കാം. തിരിച്ചെത്തിയ ഉടനെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെത്തിച്ച് ഇരുവരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഗുരുത്വാകർഷണമില്ലാത്തിടത്തു നിന്നും ഭൂമിയിലെത്തുമ്പോൾ ഭൂമിയിലെ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ശരീരത്തിന് സമയമെടുക്കും. സീറോ ഗ്രാവിറ്റി, മൈക്രോഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത, മെറ്റാബോളിസം എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങളെ ബാധിക്കും. ഒരു പെൻസിൽ ഉയർത്താൻ പോലും തങ്ങൾക്കിനി പ്രയാസമായിരിക്കുമെന്ന് ബുച്ച് വിൽമോർ നേരത്തെ പറഞ്ഞിരുന്നു. എല്ലുകൾക്ക് ബലക്ഷയം, ഉറക്കമില്ലായ്മ, ബേബി ഫീറ്റ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തുന്നവരുടെ പ്രതിരോധ ശേഷിയും കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ കടുത്ത മാനസിക സമ്മർദ്ദവും ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങളും നേരിടാം. സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താൻ 3 മാസം മുതൽ 1 വർഷം വരെ എടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നാസയിലെ ഏറ്റവും മികച്ച ബഹിരാകാശ യാത്രികരിൽ ഒരാളായ സുനിത വില്യംസ് ഇന്ത്യൻ വംശജയാണ്. 1965
ഓഹിയോയിലെ യൂക്ലിഡിലാണ് സുനിത ജനിച്ചത്. 1998 നാസയുടെ ബഹിരാകാശ യാത്രിക പരീക്ഷണത്തിൽ സുനിത തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് നിരവധി ബഹിരാകാശ ദൗത്യങ്ങളിൽ സുനിത പങ്കാളിയായി. 2006 ആദ്യമായി സുനിത ബഹിരാകാശ യാത്ര നടത്തിയത്. 2012 രണ്ടാമത്തെ യാത്ര നടത്തി. ഇത്തവണ നടത്തിയത് 3ാം യാത്ര. അതാണിപ്പോൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകം ഇത്രമേൽ ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു ദൗത്യമുണ്ടാവില്ല. ആശങ്കകളും വെല്ലുവിളികളും ഏറെ ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്ന് ലക്ഷ്യം നേടിയവരെ എത്ര അഭിനന്ദിച്ചാലാണ് മതിയാവുക. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മറികടന്ന് ഇരുവരും എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാന്മാരാകട്ടെ. ഇനിയും ഒട്ടനവധി ദൗത്യങ്ങളുടെ ഭാഗമാവട്ടെ. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക.